ബിഗ് ബോസ് മലയാളം സെറ്റ് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? സെറ്റിൻ്റെ തീം എന്തായിരിക്കുമെന്നാണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? പൊളിറ്റിക്കൽ തീം ആണെന്ന് കേൾക്കുന്നുണ്ട്. അത് ശരിയായിരിക്കുമോ? ഡെമോക്രസി എന്ന തീം അതുതന്നെയായിരിക്കുമോ തീം? സംശയമാണ്. ബിഗ് ബോസ് തുടങ്ങിയാലേ എന്താണ് തീം എന്ന് അറിയുകയുള്ളൂ. ഓഗസ്റ്റ് 16 അഗ്നിപരീക്ഷ തുടങ്ങുന്നതാണ്. അഗ്നിപരീക്ഷയുടെ അവതാരകയായിട്ട് മുൻ ബിഗ് ബോസ് താരം റനീഷ റഹ്മാൻ ആണ് വരുന്നത്. റനീഷ നല്ലൊരു ആങ്കർ തന്നെയാണ്. അവർ ഈയൊരു ഉത്തരവാദിത്തം വളരെ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കും. 3 ജഡ്ജസ് ഉണ്ടെന്നാണ് അറിയുന്നത്. 3 പേരും മുൻ ബിഗ് ബോസ് താരങ്ങളാണ്. മുൻ ബിഗ് ബോസ് താരമായ റിയാസ് സലീം ജഡ്ജ് ആയിട്ട് വരുന്നുണ്ട്. മുൻ ബിഗ് ബോസ് താരമായ അഖിൽ മാരാറും ജഡ്ജ് ആയിട്ട് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഈ തവണ ബിഗ് ബോസിന്റെ തീം പൊളിറ്റിക്കൽ തീം തന്നെയാണെന്നാണ് കരുതുന്നത്. അഗ്നിപരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് മലയാളം എട്ടാം സീസൺ തുടങ്ങുന്നത്. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് 8ാം സീസൺ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഈ തവണ ആരൊക്കെയായിരിക്കും കോമണേഴ്സ് ആയിട്ട് വരുന്നത്? അവർക്ക് എന്തൊക്കെ ടാസ്കുകളായിരിക്കും അഗ്നിപരീക്ഷയിൽ ഉണ്ടാവുക? ഫിസിക്കൽ ടാസ്കും മെന്റൽ ടാസ്കും ഉണ്ടായിരിക്കും. കോമണേഴ്സിന് സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുമോ? അവരുടെ മാക്സിമം കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ അവർക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം കോമണേഴ്സ് ആയിട്ട് അഗ്നിപരീക്ഷയിലേക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അവിടെ നിന്നും മുമ്പോട്ട് പോവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യവുമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. അവർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും അവരുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. അവരെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. പ്രേക്ഷകർ അഗ്നിപരീക്ഷ തുടങ്ങുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കോമണേഴ്സ് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്ക് ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്നതിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആണ് ഇത്. കാരണം ഇത് ലൈവായി നടക്കുന്ന പ്രോഗ്രാം ആണ്. മാത്രമല്ല ഈയൊരു പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് അല്ല. പ്രേക്ഷകർക്ക് 24 hours കണ്ടസ്റ്റൻസിനെ കണ്ടുകൊണ്ടിരിക്കാം എന്നതും ഈയൊരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ്. അതും പ്രേക്ഷകർക്ക് ഈയൊരു ഷോ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെട്ടാൽ അവർ അവരുടെ സ്നേഹം വോട്ടായി നൽകുകയും അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈയൊരു ഷോയിൽ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുക എന്നതും പ്രേക്ഷകരെ ഈ ഒരു ഷോ കാണാൻ പ്രേരിപ്പിക്കുന്നു.